ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേർഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രെഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കിട്ടിയത് ദ എംപറർ ആണ്. അതായത് നിങ്ങൾ ഘടനയുടെയും നിയന്ത്രണത്തിൻ്റെയും ഒരു ഘട്ടത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു എന്നാണ് ഇത് എംപറർ പറയുന്നത്. അതായത് ബിക്കോസ് അത് എംപറർ ശക്തമായൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കരിയർ, ഫാമിലി അല്ലെങ്കിൽ വ്യക്തിപരമായി അതിരുകൾ എന്നിവയുടെ ചുമതല ഏറ്റെടുക്കൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അധികാരിയായി മാറുകയാണെന്നാണ് എംപറർ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എന്താണെന്ന് കിട്ടിയേക്കണം നോക്കിയപ്പോൾ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു സ്വപ്നം, നിങ്ങൾ കുറേ നാളായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നം നടക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ഘട്ടത്തിലായിരിക്കാം എന്നാണ്. എന്താണ് തുടരേണ്ടതെന്നും എന്താണ് മാറ്റേണ്ടതെന്നും വിലയിരുത്തേണ്ട ഒരു സമയം കൂടിയാണെന്നാണ് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഏസ് ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഇതൊരു വഴിത്തിരിവിൻ്റെ കാർഡാണ്. അതായത് വ്യക്തതയുടെയും സത്യത്തിൻ്റെയോ ആശയവിനിമയത്തിൻ്റെയോ ഒരു നിമിഷം ഒരു നിർണായക മാറ്റം വരുന്നു. അതൊരു ധീരമായ ആശയമോ നിങ്ങളുടെ പാതയെ മാറ്റുന്ന ബുദ്ധിമുട്ടുള്ളതും എന്നാൽ സത്യസന്ധവും ആയ ഒരു സംഭാഷണമോ ആകാം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. 6 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടരുന്നു. അതായത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാനസികമായും വൈകാരികമായും അല്ലെങ്കിൽ ശാരീരികമായും നിങ്ങൾ ഇനി നിങ്ങളെ കെയർ ചെയ്യാൻ തുടങ്ങുന്നുവെന്നാണ്. അതായത് ഇതുവരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശാന്തമായ ഒരു ഒഴുക്കിലേക്ക് കടക്കുകയാണ്. ചിലപ്പോൾ അത് ദുർഘടമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇടയ്ക്കൊക്കെ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നാം. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം മാറ്റം വരാൻ പോവുകയാണെന്നാണ് 6 ഓഫ് സോർഡ്സ് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആശയക്കുഴപ്പവും തിരഞ്ഞെടുപ്പുകളും കൊണ്ടുവരുന്നു. പ്രപഞ്ചം നിരവധി വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി ചില തുറന്നിട്ടേക്കാം, പക്ഷേ എല്ലാം സത്യസന്ധതയിലേക്ക് നയിക്കണമെന്നില്ല. അതിനാൽ ബുദ്ധിപൂർവ്വവും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലാക്കാൻ വേണ്ടിയുള്ളത് മാത്രം, അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത് അതിലൂടെ മാത്രമേ നിങ്ങളിനി പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അധികാരിയായിട്ട് മാറുകയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.